ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കിരണും കല്യാണി നമ്മുടെ ലക്ഷ്മി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മുടെ പ്രകാശിന് ഇതിനു മുമ്പ് കിരണിനും കല്യാണിക്കും അപകടം പറ്റാൻ വേണ്ടി കാറിന്റെ ബ്രേക്ക് ഊരി കളഞ്ഞതും, അതുപോലെ തന്നെ ആ അപകടം നേരെ വിക്രത്തിന് കിട്ടിയതും വിക്രത്തിന് ശബ്ദം നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി എടുത്ത്. ലക്ഷ്മി അത് കേൾക്കണമുണ്ട്. അപ്പൊ ആ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുറപ്പാണ്, പ്രകാശൻ ലക്ഷ്മിനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ലക്ഷ്മി ഒരു വിധത്തിലും എന്താണ് കൂട്ട് നിൽക്കില്ല, അതായത് ഒത്തുതീർപ്പിന് വരില്ല എന്ന് മനസ്സിലാവുന്ന പ്രകാശൻ എന്താ ചെയ്യാൻ ലക്ഷ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുകയാണ്. പ്രകാശന് ആകെ ഒരു രീതി മാത്രമേ ആൾക്കാർ ഇല്ലാതാക്കാൻ അറിയുള്ളൂ, കാറിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട്. അതായത് ഉള്ളി കേട്ടല്ല, കാറിന്റെ അടിയിൽ തന്നെ പോയിട്ട് ബ്രേക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും അങ്ങനെയുള്ള പരിപാടി മാത്രമേ പ്രകാശനുള്ളൂ. അല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ടുള്ള പരിപാടി ഒന്നും അറിയില്ല. മാത്രമല്ല ഗുണ്ടകളെ വെക്കാണ്ട് പൈസയും പ്രകാശിന്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകാശൻ ആ ഒരു ഇത് തന്നെയാണ് ലക്ഷ്മിയുടെ കാറിലും വെക്കാൻ വേണ്ടി നോക്കുന്നത്. അതായത് ലക്ഷ്മിയുടെ കാറിൽ വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ എപ്പിസോഡിൽ വിക്രത്തിന് പണി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി വിക്രത്തിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശിന്റെ ഈ ഒരു പണി, ലക്ഷ്മിക്കുള്ള പണി കിട്ടുന്നത് പ്രകാശിന് പ്രിയപ്പെട്ട ഒരാൾക്ക് തന്നെയായിരിക്കും. അത് വിക്രം തന്നെയായിരിക്കും. അമ്മക്ക് വണ്ടി ഓടിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിക്രത്തിന് തന്നെയാണ് ആ പണി കിട്ടാൻ പോണത്. ഇനി എന്തായാലും വിക്രത്തിന് ശബ്ദം അങ്ങനെ നഷ്ടപ്പെടുവാണെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രകാശൻ ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രകാശനെ തന്നെ നഷ്ടപ്പെടാൻ പോണത് പ്രകാശന്റെ മോനെ തന്നെയായിരിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മുടെ പ്രകാശൻ അവസാനം മോനെ കൊല്ലും. അതായത് ഇന്നലെ കോടതി കഴിഞ്ഞപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവസാനം അച്ഛൻ തന്നെ മോനെ കൊല്ലണ ഇത് നമുക്ക് കാണേണ്ടി വരുമെന്ന് കല്യാണിയും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രകാശിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ഒരു പരിപാടി നമ്മുടെ വിക്രത്തിനിട്ട് കിട്ടുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാനായിട്ട്. ആദ്യത്തെ ശബ്ദം നഷ്ടപ്പെടാനൊക്കെ ശരിക്കും കാരണം പ്രകാശൻ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് പ്രകാശൻ തന്റെ വൃക്ക അങ്ങനെ അതിന് വേണ്ടി വിക്രത്തിന് വേണ്ടി കൊടുത്തത്. അപ്പൊ ഈ പ്രാവശ്യം വിക്രത്തിന് ഇതിൽ അപകടം പറ്റുകയാണെങ്കിൽ അതിന്റെ പുറകിൽ പ്രകാശൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അറിയാണ്ട് ചെയ്യുന്ന കാര്യം സ്വന്തം മകന് തന്നെയാണ് കൊള്ളാൻ പോണത്. എന്തായാലും നല്ല ഭാഗമായിരിക്കും ഈ പ്രാവശ്യം വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ പോണത്. നാളെ മറ്റന്നാളും കാണുന്നത് മനോഹറിന്റെ ആ ഒരു പുതിയ ബന്ധം നമ്മുടെ ഷാരി കണ്ടുപിടിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.